എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഗ്രൂപ്പിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സഹോദരിയുടെ അനുഭവമാണ്. അപ്പം കേൾക്കാം. ശ്രീകാന്ത് സാർ, ഇത് എൻ്റെ രണ്ടാമത്തെ അനുഭവമാണ്. ആദ്യത്തെ അനുഭവം സാർ വായിച്ചിരുന്നു. ഞാനിപ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആണ്. എനിക്ക് 1.5 മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ ത്രിമധുരം ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. അന്നു മുതൽ ശ്രീകാന്ത് സാർ എന്നെ ത്രിമധുരം ഗ്രൂപ്പിലെ അംഗമാക്കിയിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ പ്രഗ്നൻസി തുടക്കം മുതൽ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ 3-ാം മാസത്തിലെ സ്കാനിങ്ങിന് മുമ്പ് ഡോക്ടർ ചെറിയൊരു പ്രശ്നം പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ പേടിയായി. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ലാതിരുന്നാൽ ഞാനത് ത്രിമധുരം ഗ്രൂപ്പിൽ പറഞ്ഞോളാമെന്ന്. പിന്നെ എന്നെ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അത് കഴിഞ്ഞ് എനിക്ക് 3.5 മാസമായപ്പോൾ ബ്ലീഡിംഗ് ആയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്നും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ത്രിമധുരം ഗ്രൂപ്പിലെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ 5 ദിവസം കഴിഞ്ഞു. ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഇനിയാണ് എൻ്റെ രണ്ടാമത്തെ അനുഭവം. ഞാൻ 5-ാം മാസത്തിലെ സ്കാനിങ് 13/4/25 പോയി. അന്ന് എന്നെ സ്കാനിങ്ങിന് കയറ്റുകയും എന്നെ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ യൂട്രസിൽ ഒരു വലിയ ഫൈബ്രോയിഡ് ഉണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ തല, മുഖം, ഹാർട്ട് എന്നിവ കാണാനും കഴിയുന്നില്ല എന്ന്. എന്നോട് പുറത്ത് വെയിറ്റ് ചെയ്യൂ, വേറൊരു ഡോക്ടറെയും കൂടി വിളിച്ചിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യാമെന്ന്. എനിക്ക് ആകെ പേടിയായി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെയായി. ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ശ്രീകാന്ത് സാറിന് മെസ്സേജ് അയച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സാർ അത് ഗ്രൂപ്പിലിട്ടു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടർ വരികയും എന്നെ വീണ്ടും സ്കാനിങ്ങിന് വിളിച്ചു. സ്കാൻ ചെയ്യുകയും നേരത്തെ മറ്റേ ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഡോക്ടറും പറഞ്ഞത്. തലയും മുഖവും ഹാർട്ടും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുട്ടിക്ക് വല്ല വൈകല്യവും ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റില്ല. മറ്റൊരിടത്ത് സ്കാൻ ചെയ്ത് നോക്കൂ എന്ന്. അവർ ഞാൻ കാണുന്ന ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, ഞാൻ കാണുന്ന ഡോക്ടർ ഇന്നില്ല, നാളെ OPയിൽ വന്ന് ഡോക്ടറെ കാണൂ. ഡോക്ടർ പറയുന്ന സ്ഥലത്ത് പോയിട്ട് സ്കാൻ ചെയ്യാൻ. എനിക്ക് ആകെ പേടിയും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകളായിരുന്നു. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുടെ കാര്യം ഓർത്തിട്ട്. അത് യൂട്രസിലെ കുട്ടിയുടെ മുഖത്തേക്കാളും വലുതായ ഫൈബ്രോയിഡ്. അത് പൊട്ടിയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോളുടെ കാര്യം അവളെ ആര് നോക്കും? എൻ്റെ ഡെലിവറി ഹൈ റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനിടയ്ക്ക് എൻ്റെ അമ്മയോടും ചേച്ചിമാരോടും പറയാറുണ്ട്, എൻ്റെ മോളെ നിങ്ങൾ നോക്കണമെന്ന്. എല്ലാ ചിന്തയിലും എൻ്റെ മകളുടെ മുഖം മാത്രമാണ്. അങ്ങനെ പിറ്റേന്ന് എൻ്റെ ഭർത്താവ് OPയിൽ വന്നു ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ തൃശ്ശൂർ പൂങ്കുന്നത്തിലേക്കാണ് എഴുതി തന്നത്. കാറിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചു, കണ്ണൻ്റെ നാട്ടിലാണ് വരുന്നത്, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, എൻ്റെ കൂടെ വരണേ എന്ന്. എല്ലാം ഞാൻ കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. എനിക്കും കുട്ടിക്കും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ ഞാനത് ത്രിമധുരത്തിൽ പറഞ്ഞേക്കാമെന്നും കണ്ണനോട് പറഞ്ഞു. ഞാൻ കണ്ണനോട് പറഞ്ഞു, എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല എന്നതിന് ഒരടയാളം എനിക്ക് കാണിച്ചു തരണേ എന്ന്. അങ്ങനെ ഞങ്ങൾ 15/6/26 ആലുവയിൽ നിന്നും തൃശ്ശൂരിലേക്ക് സ്കാനിങ്ങിന് പോയി. അപ്പോഴെല്ലാം ഞാൻ കണ്ണനോട് പറഞ്ഞു, കൂടെ ഉള്ളതിന് ഒരടയാളം കാണിക്കണേ എന്ന്. അങ്ങനെ 1 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. സ്കാനിങ് സെൻറ്ററിൽ എത്തിയപ്പോൾ അതിൻ്റെ അകത്ത് അതാ ഒരു വലിയ ഗണപതിയുടെ വിഗ്രഹം, അതിൻ്റെ ചുറ്റും കൃഷ്ണനും രാധയുടെയും വിഗ്രഹം, കണ്ണൻ മാത്രം നിൽക്കുന്ന വിഗ്രഹം എന്നിവ വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. 3:45 എന്നെ സ്കാനിങ്ങിന് കയറ്റി. സ്കാൻ ചെയ്യാൻ ഡോക്ടർ വന്നു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല, 5-ാം മാസത്തിലെ എല്ലാ വളർച്ചയും കുട്ടിക്കുണ്ട്, ഫൈബ്രോയിഡ് ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ടെന്ന്. എൻ്റെ കുട്ടിയെ ഡോക്ടർ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. കണ്ണൻ പ്രാർത്ഥന കേട്ടു. അന്ന് തന്നെ ത്രിമധുരത്തിൽ എഴുതാമെന്ന് കരുതിയതാ. പക്ഷേ ഞാൻ കാണുന്ന ഡോക്ടർ എന്താ പറയുന്നത് എന്ന് നോക്കിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. 18/7/26 ശനിയാഴ്ചയാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഡോക്ടറെ കാണാൻ വൈകിയത്. ഡോക്ടർ പറഞ്ഞു, സ്കാനിങ്ങിൽ കുഴപ്പമില്ല, ഇനി അടുത്ത മാസം 8-ാം തീയതി ഒരു സ്കാനിങ് കൂടെ എടുത്തു നോക്കാമെന്ന്. സാർ, ഇതുവരെ കണ്ണൻ കാത്തു. സാർ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ പരീക്ഷണ കാലഘട്ടമാണ്. ഇത് മുന്നോട്ട് പോകുന്തോറും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഡെലിവറി കഴിയുന്നത് വരെ പല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരനുഭവം പറയുന്നത് മാത്രമല്ല, എനിക്കും കുഞ്ഞിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുപാട് നീണ്ടുപോയി എന്നറിയാം സാർ. ഒന്ന് ത്രിമധുരത്തിൽ വായിക്കണേ. എന്താ കഥ? സഹോദരിക്ക് വേണ്ടി ത്രിമധുരത്തിൽ എന്തായാലും വായിക്കല്ലോ. നമുക്കറിയാവുന്നയാളല്ലേ. ഗ്രൂപ്പിൽ കൃത്യമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ കഥ? അങ്ങനെയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും. ഒന്നും പറയണ്ട. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, എന്നിട്ട് മാത്രമേ ഇനി അനുഭവങ്ങൾ അയക്കുക കേട്ടോ. അപ്പം അറിയാലോ, ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. യൂട്യൂബിലാണെങ്കിൽ ജോയിൻ ബട്ടണിലൂടെ വരിക.